നിയമസഭയിൽ കയറി ഇനി നമുക്കും ചോദ്യങ്ങൾ ചോദിക്കാം. സാധാരണ നിലയിൽ നമ്മുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഒരു MLA, MP എന്നിവർ പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കോ പോകുന്നത്. അതുകൊണ്ട് വ്യക്തി എന്ന നിലയിൽ ഒരാളുടെ പ്രശ്നം പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. മറിച്ച് ഒരു MLAയോ MPയോ എപ്പോഴും തീരുമാനിക്കുന്നത് അവിടുത്തെ റോഡ് ശരിയാക്കുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വെള്ളക്കെട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അങ്ങനെ പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതിലപ്പുറത്തേക്ക് വളരെ വിരളമായി മാത്രമേ വ്യക്തികളുടെ പ്രശ്നങ്ങളിൽ ഈ ജനപ്രതിനിധികൾക്ക് ഇടപെടാൻ കഴിയുന്നുള്ളൂ. അതൊരു പരിമിതിയാണ്, അത് അവരുടെ കുഴപ്പമല്ല. കാരണം ഓരോ വ്യക്തികളുടെയും കാര്യത്തിൽ ഇടപെടാൻ പോയി കഴിഞ്ഞാൽ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് അതിനെ നേരം കാണുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് MLAമാരും MPമാരും അതത് നിയോജക മണ്ഡലത്തിലുള്ള പൊതുവിഷയങ്ങളെ അഭിസംബോധന ചെയ്യുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. റോഡിൻ്റെ മാത്രമല്ല, ഈ കുടിവെള്ള പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കുക, അതേപോലെ തന്നെ തെരുവുനായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് അതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, സ്കൂളിൻ്റെ നവീകരണം, അവിടെ എന്തെങ്കിലും സ്കൂളിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കെട്ടിടം നവീകരിക്കുക, അതേപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡുകൾ പണിയുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് പലപ്പോഴും ആ മണ്ഡലത്തിലെ, നിയോജക മണ്ഡലത്തിലെ വ്യക്തികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നൊരു വേദിയില്ല. MLAമാരുടെ ഓഫീസിൽ പോയോ അല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായ നമ്പറുണ്ടെങ്കിൽ അതിലേക്ക് SMS അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ ഒക്കെ നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാം എന്നതിലപ്പുറത്തേക്ക് പലപ്പോഴും ഈ MLAമാർക്കും MPമാർക്കും ഈ പ്രശ്നങ്ങൾ പൊതുസഭയിൽ, അതായത് നിയമസഭയിലോ ലോക്സഭയിലോ ഒന്നും തന്നെ ഉന്നയിക്കാൻ കഴിയില്ല. ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങനെ കഴിയില്ല. അല്ലെങ്കിൽ അത്രമാത്രം തീവ്രമായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കണം. തളർന്നു കിടക്കുന്ന ഒരു കുടുംബമോ അവരുടെ പ്രശ്നങ്ങളോ ഒക്കെ ഉന്നയിച്ചാൽ അങ്ങനെ നേടിയെടുക്കുന്നുമുണ്ട്. അത്തരത്തിൽ നേടിയെടുക്കുന്ന നിരവധി വിഷയങ്ങളുമുണ്ട്. അവർ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട്, ഒരു മാറാരോഗിയാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന ചികിത്സാ സഹായം സർക്കാർ മുഖേന നേടിക്കൊടുക്കുന്ന MLAമാരും MPമാരുമുണ്ട്. അങ്ങനെ നമ്മുടെ വിഷയങ്ങൾ ഈ ഒരു മീഡിയേറ്റർ വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സർക്കാരിൻ്റെ മുന്നിലെത്തുന്നത്. ഇനി അത്തരമൊരു നടപടി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഒരു ലക്ഷ്യങ്ങളൊന്നെന്നാണ് ഇന്നലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. ഇപ്പോൾ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ജനാധിപത്യം അതിൻ്റെ വലിയ സമുന്നതമായിട്ടുള്ള ആ ഒരു തലത്തിലെത്തി നിൽക്കുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും, ജനാധിപത്യത്തിൻ്റെ അതേ അർത്ഥത്തിൽ ഭരണം നടക്കുന്ന പല ചെറിയ യൂറോപ്യൻ രാജ്യങ്ങളിലും ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഈ സഭയിൽ നേരിട്ട് വന്ന് ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ നിയമസഭയിലും വ്യക്തികൾക്ക്, നമ്മൾ വോട്ടർ എന്ന നിലയിൽ വ്യക്തികൾക്ക് നിയമസഭയിൽ വന്ന് നമ്മുടെ വിഷയങ്ങൾ നേരിട്ട് ബോധിപ്പിക്കാനുള്ള ഒരു അവസരത്തെക്കുറിച്ചാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് നമ്മുടെ വിഷയം, ഈ MLAമാരുടെ പകുതി ഭാരമൊഴിയും MPമാരുടെ പഴയ ഭാരമൊഴിയും, ഇപ്പം ലോക്സഭയുടെ നമ്മൾ ഇട്ടേക്കുക, നിയമസഭയാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ MLAമാരുടെ ഒരു പകുതി ദുരിതമൊഴിയും. കാരണം അവർക്ക് എപ്പോഴും ഈ വ്യക്തിപരമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ നീരസം കാണിക്കും. നമ്മുടെ വിഷയങ്ങൾ വേണ്ട രീതിയിൽ പരിഹരിക്കപ്പെടുന്നില്ല. അവരെ സംബന്ധിച്ച് എത്രയോ പേരുടെ ആണ് വിഷയങ്ങൾ പരിഹരിക്കേണ്ടത്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. അവരുടെ മുന്നിൽ പരാതിയായി എത്തിയിരിക്കുന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ചികിത്സാ സഹായം പോലുള്ള കാര്യങ്ങളെ അവർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അവർ പൊതുവായിട്ടുള്ള ഒരു വിഷയമാണ് അവരെപ്പോഴും പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ശരി. കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഓരോ MLAമാരും ചെയ്യുന്ന പരിപാടി. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മൾക്ക് തന്നെ നേരിട്ട് നിയമസഭയിൽ വന്നിട്ട് അതാത് മന്ത്രിമാരോട് ഈ വിഷയം ഉന്നയിക്കാനുള്ള ഒരു അവസരം, പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ തന്നെ ഒരു അവസരം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമായി വന്നെങ്കിൽ അതൊരു വിദഗ്ധരുമായി ആലോചിക്കുന്നുണ്ടെന്നാണ് സ്പീക്കർ പറഞ്ഞിട്ടുള്ളത്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെ വരുമ്പോഴേക്കും ഇതിൻ്റെ ഒരു നടത്തിപ്പ് എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? എല്ലാ വ്യക്തികൾക്കും പ്രശ്നമുണ്ട്. അവരുടെ ജീവിതത്തിൽ എല്ലാ വ്യക്തികൾക്കും പരിഹരിക്കേണ്ടതായ പ്രശ്നങ്ങൾ, ഗവൺമെൻറ് ഇടപെട്ട് പരിഹരിക്കേണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ ആ വിഷയങ്ങൾ ഇത്രയും പേരും ഇരച്ചു കയറി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതിനുള്ള ഒരു മാനദണ്ഡം എന്താണ്?
ഈ വ്യക്തികളുടെ വിഷയങ്ങൾ അയാൾക്ക് ഉന്നയിക്കണമെങ്കിൽ അവർക്കൊരു മാനദണ്ഡം വേണ്ടേ? അപ്പോൾ ആ മാനദണ്ഡം എന്താണ്? നിയമസഭയിൽ പ്രവേശിക്കാനുള്ള മാനദണ്ഡം? അതോ നമ്മൾ ഈ പറയുന്നത് പോലെ പരാതി കൊടുത്തിട്ട് അതൊരു വിദഗ്ധ സമിതി പരിശോധിച്ചിട്ട് അതിൽ നിന്ന് കഴമ്പുള്ളവരെ മാത്രം വിളിച്ച് വരുത്തി ചെയ്യുന്നതാണോ? എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഒരു വിദഗ്ധ പഠനത്തിന് വേണ്ടി വിട്ടിരിക്കുകയാണ് ഈ വിഷയം. അപ്പോൾ ആ വിദഗ്ധ സമിതി ഇതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തി കൂടി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസരം കേരളത്തിൽ വരും. കാരണം ഈ പറയുന്ന നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾ ഉന്നയിക്കാനുള്ളൊരു വേദിയായി നിയമസഭയെ മാറ്റിയെടുക്കാനാകും. അത് ജനാധിപത്യത്തിൻ്റെ ഒരു ഉയർന്ന തലമാണ്. ഒരു പൗരന് അല്ലെങ്കിൽ ഈ പറയുന്ന വോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളാണല്ലോ പരമാധികാരി, നമ്മളാണല്ലോ ഒരാളെ തെരഞ്ഞെടുത്ത് നമ്മുടെ പ്രതിനിധിയായി വിടുന്നത്. അപ്പോൾ ആ പ്രതിനിധിക്ക് ഒപ്പം തന്നെ ആ പ്രതിനിധിക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ നമ്മൾ തന്നെ പോയിരുന്ന് ബന്ധപ്പെട്ട അധികാരികളോട് നേരിട്ട് തന്നെ നിയമസഭയിൽ വെച്ച് പറയുന്നു. ഇപ്പോൾ പലപ്പോഴും നിയമസഭ സമ്മേളനം കൂടുന്ന സമയത്ത് ഈ മന്ത്രിമാർ അല്ലെങ്കിൽ MLA-മാരാണ് തങ്ങളുടെ മണ്ഡലത്തിലെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ നിയമസഭ ഒരു നിശ്ചിത കാലാവധിയിലാണ് നടക്കുന്നത്, ഒരു മാസം നീണ്ടു നിൽക്കുന്ന സഭ. അപ്പോൾ ഈ ജനങ്ങൾക്ക് കൂടി ഇങ്ങനെ വന്ന് പറയേണ്ടി വരുന്ന അവസരത്തിൽ ഈ നിയമസഭയുടെ കാലാവധി നീട്ടുമോ തുടങ്ങിയിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഇതുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു വിദഗ്ധരുമായിട്ട് ഒരു സംഘത്തെ നിയോഗിക്കാനുള്ള ആലോചന സർക്കാർ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ ഒരു വിപ്ലവമായിരിക്കും ഈ ഒരു പദ്ധതി. കാരണം നമുക്കൊരു വിഷയമുണ്ട്, അത് അടിയന്തരമായിട്ട് നമുക്ക് പരിഹരിച്ച് കിട്ടണം. നമ്മൾക്ക് MLA വഴി അത് പരിഹരിച്ച് കിട്ടാൻ ചിലപ്പോൾ കാലതാമസം എടുത്തേക്കാം. ചിലപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മുൻഗണനാക്രമത്തിലുള്ള വിഷയങ്ങളുടെ പരിധിയിൽപ്പെടുന്ന ഒരു വിഷയമായിരിക്കണമെന്നില്ല നമ്മുടെ വിഷയം. നമുക്ക് നമ്മുടെ വിഷയം വലിയ പ്രധാനമായിട്ട് തോന്നുന്നെങ്കിലും, പ്രശ്നം വലിയ പ്രധാനമായിട്ട് തോന്നുന്നെങ്കിലും MLA-ക്ക് എങ്ങനെ പ്രധാനമായിട്ട് തോന്നുന്നത്? അതിനേക്കാളും വലിയ വിഷയങ്ങൾ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മുന്നിലുണ്ടാവും. അപ്പോൾ അതിനായിരിക്കും മുൻഗണന. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു പ്രശ്നം അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒത്തുവന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന ഒരു സംസ്ഥാനമായി, ഒരു നടപടിയായി മാറും. നമുക്ക് നമ്മുടെ വിഷയം നേരിട്ട് നിയമസഭയിൽ പോയി അവതരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സന്ദർഭം ഒത്തുവന്നാൽ അത് ജനാധിപത്യത്തിൻ്റെ ഉന്നതമായ ഒരു മൂല്യമായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ അത്തരമൊരു മാതൃക കേരളമായി മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ഒരു ആശയം വളരെ പുരോഗമനപരമാണ്, വളരെ ജനാധിപത്യപരമാണ്. അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഈ വിദഗ്ധ സമിതിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ പഠന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ അത് നടപ്പിലാക്കിയാൽ നമ്മൾ ഓരോ പൗരന്മാർക്കും അത് വലിയ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയായി മാറും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.